കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ടി വി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ 8 മണിക്ക് നിങ്ങൾക്ക് ഈ ഒരു കേരളത്തിൽ തന്നെ നടക്കുന്ന ഒരു ന്യൂസ് വരാനുണ്ട്, എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കും എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്ത സമയത്താണ് അടുത്ത ദിവസം, അതായത് ഇന്ന് രാവിലെ 8 മണിക്കൊരു പോസ്റ്റ് വരുന്നത്. ആ ഒരു പോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു വീഡിയോ വരുന്നത്. ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് പൾസർ സുനി സംസാരിക്കുന്നതാണ്. എന്തൊക്കെയാണ് താൻ ചെയ്തിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ. ആ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ ഇവർ ഒളിക്യാമറ വെച്ചാണ് എടുത്തത്. അതും ഭയങ്കര റിസ്ക്കി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്, ഭയങ്കര ബുദ്ധിമുട്ടിയാണ് അവർ ഒരു വീഡിയോ തന്നെ എടുത്തത്. ആ ഒരു വീഡിയോയിൽ കുറേയധികം കാര്യങ്ങൾ പൾസർ സുനി പറയുന്നുണ്ടായിരുന്നു. ദിലീപ് തനിക്ക് 1.5 കോടിയോളം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഏകദേശം ഒരു 50-60 ലക്ഷത്തോളം തന്നിട്ടുണ്ട്. ഇനിയും ബാക്കി പൈസ തരാനുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി പൈസ വാങ്ങാറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഒരു നടിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതേ കണക്ക് തട്ടിക്കൊണ്ടുപോയി ഇതേ കണക്ക് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന് അവർ പറഞ്ഞ രീതിയിലൊന്നും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല, കാരണം എനിക്ക് എൻ്റെ കാമുകിയൊക്കെ ഉണ്ട്, അവളോട് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവർ പറയുന്ന കാര്യങ്ങളൊന്നും ഫുള്ളായിട്ടൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. ആ ഒരു സമയത്ത് ആ ഒരു നടി തൻ്റെ അടുത്ത് എത്ര പൈസ വേണമെങ്കിലും തന്നെ വെറുതെ വിടുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് താൻ അത് കേട്ടിരുന്നെങ്കിൽ ഒരിക്കലും ജയിലിൽ പോകത്തില്ല. പക്ഷേ താൻ ആ സമയത്ത് കേട്ടില്ല എന്ന് പറയുന്നു. ദിലീപാണോ ഇത് തന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതെന്ന് ചോദിച്ചപ്പോഴത്തേനല്ല, ദിലീപ് അല്ല എന്നാണ് പറയുന്നത്. പക്ഷേ അതുപോലെ തന്നെ വേറെ ദിലീപിൻ്റെ പേര് പറഞ്ഞ വേറെ ആൾക്കാരുടെ ഇതിൽ കുടുങ്ങും, അവർക്ക് പ്രശ്നങ്ങളുണ്ടാകും, അതുകൊണ്ട് അവരെ പേരൊന്നും പറയാൻ താല്പര്യമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ടോപ്പിക്ക് മാറ്റാൻ ശ്രമിക്കുമായിരുന്നു പുള്ളിക്കാരൻ. അതുപോലെ തന്നെ കുറേയധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെയും ഇതുപോലെ തന്നെ എന്താ പറയുക, ഇതിനു മുമ്പ് 4-5 നായികമാരെയൊക്കെ ഇതുപോലെയൊക്കെ ശ്രമിച്ചിട്ടുണ്ട്, അതായത് ശാരീരികമായിട്ട് ഉപദ്രവിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ കേസോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് എന്താ പറയുക, നേരത്തെ ഇതിനെപ്പറ്റിയൊന്നും അറിയാഞ്ഞത്. പക്ഷേ ഈ നായികയുണ്ടെങ്കിൽ കേസ് കൊടുത്തു. ഈ കേസ് കൊടുക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല, കാരണം ബാക്കിയുള്ള നായികമാരൊന്നും അതിന് മുൻ വന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഇവർ കേസ് കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പ്രശ്നം വന്നതെന്ന് പറഞ്ഞ് ആ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു. ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഒളിക്യാമറ വെച്ച് എടുത്തതിനകത്ത് പറയുന്നുണ്ട്. ആ സംസാരിക്കുന്ന സമയത്താണ് പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നത്, ഒളിക്യാമറ വെച്ച് എടുക്കുന്നത്. ഫുള്ള് ഡീറ്റെയിൽസ് അതിനെപ്പറ്റി അറിയണമെങ്കിൽ റിപ്പോർട്ടർ ചാനൽ വീഡിയോ കിടപ്പുണ്ട്, നിങ്ങൾക്കത് പോയി കാണാവുന്നതാണ്. അതിനകത്ത് ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും റിപ്പോർട്ടർ ചാനൽ ഇത് എന്താ പറയുക, ഇത് കുറച്ച് ബുദ്ധിമുട്ടായാലും ഇതൊക്കെ നാട്ടുകാരിൽ എത്തിക്കാൻ കാണിച്ച ഒരു മനസ്സിന് എന്തായാലും നമ്മൾ അഭിനന്ദിക്കണം. പക്ഷേ എന്നിരുന്നാൽ പോലും ഇത് എത്രമാത്രം ഈ പുള്ളിക്കാരൻ പറയുന്ന റൈറ്റാണെന്ന് നമുക്ക് ഉറപ്പിച്ച് വിശ്വസിക്കാൻ പറ്റത്തില്ല. അതൊക്കെ പോലീസിൻ്റെ കയ്യിലാണ്. പോലീസ് ഈ ഒരു പുള്ളിക്കാരനെ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് ഒന്ന് പിടിച്ച് ഒന്നും കൂടെ ചോദ്യം ചെയ്ത് ഒന്ന് വിട്ടാൽ മാത്രമേ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഇതിനിടയ്ക്ക് ഒരു കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു, മെമ്മറി കാർഡിൻ്റെ കാര്യത്തിനെ പറ്റി അവർ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് പുള്ളിക്കാരൻ ആ ടോപ്പിക്ക് നമുക്ക് സംസാരിക്കേണ്ട എന്ന് പറയുന്നു. പക്ഷേ പോലീസിനോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ മെമ്മറി കാർഡ് എന്ത് ചെയ്യുന്നു, അവിടെ ഒരു ആറ്റിൽ വലിച്ചെറിഞ്ഞു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പം പറഞ്ഞപ്പോഴത്തേനും അതൊക്കെ വലിയ റിസ്ക്, അതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ടെന്നാണ് പറഞ്ഞത്. അതിനർത്ഥം പുള്ളിക്കാരൻ്റെ കയ്യിൽ ഇപ്പോഴും ആ ഒരു മെമ്മറി കാർഡൊക്കെ ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. സോ പോലീസുകാർ നല്ല രീതിയിൽ ഒന്ന് ചോദിച്ചാൽ മാത്രമേ ഫുൾ ഡീറ്റെയിൽസും മനസ്സിലാവത്തുള്ളൂ. പോലീസ് അതിന് വേണ്ടിയുള്ള എഫേർട്ട് ഇടണം. എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ ഇതിനൊക്കെയുള്ള മറുപടിയും കാര്യങ്ങളും അല്ലെങ്കിൽ ഇതിനുള്ള അപ്ഡേറ്റും കാര്യങ്ങളും വരുന്നതായിരിക്കും. സോ അതെന്തായാലും ഞാൻ വീഡിയോ ആയിട്ട് ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്കത് കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ലൈക്കൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക.